എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് ദിവസമായി ചെയ്യുന്ന ഒരു സെഷനാണ് ഇത് ടഫ് ചോദ്യങ്ങൾ എന്നുള്ള സെഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഒരു ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പോലെയുള്ള അല്ലെങ്കിൽ മെയിൻസിന് ചോദിക്കുന്നത് പോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി എന്ന PM സ്വാനിധി എന്ന് പറഞ്ഞ സ്കീമുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. 4 സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനനുസരിച്ച് അനലൈസ് ചെയ്ത് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കാം. പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി PM സ്വാനിധി എന്നത് തെരുവിൽ കച്ചവടം ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സ്കീമാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി PM സ്വാനിധി എന്നത് തെരുവിൽ കച്ചവടം ചെയ്യുന്ന സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയുള്ളതാണ് എന്നതാണ് ഈ സ്കീമിനെ കുറിച്ചുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2, ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ സെക്ടർ എന്ന സ്കീം എന്ന് ഉദ്ദേശിക്കുന്നത് ഫുള്ളി സ്പോൺസേഡ് ഓർ ഫണ്ടഡ് ബൈ സെൻറ്റർ എന്നാണ്. അതായത് മുഴുവൻ ചിലവും അതിൻ്റെ ഫൈനാൻഷ്യൽ കോമ്പണൻറ്റിൽ മുഴുവൻ ചിലവും വഹിക്കുന്നത് സെൻറ്ററാണ്. ചിലത് സെൻട്രലി സ്പോൺസേഡ് ഉണ്ടാവും, അതായത് 2 പകുതി പ്രൊപ്പോർഷനായിട്ട് സെൻറ്ററും സ്റ്റേറ്റ്സും വഹിക്കുന്നുണ്ടാവും. ഇതിൽ പക്ഷേ ഫുള്ളി സ്പോൺസേഡ് ബൈ സെൻറ്ററാണ്. അതാണ് സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് സ്കീം ആരംഭഘട്ടത്തിൽ 50,000 രൂപ തെരുവ് കച്ചവടക്കാർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന രീതിയിൽ നടപ്പിലാക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന് പറയുന്നത് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലോൺ, അതായത് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുള്ള ലോണാണ് ഈ പറയുന്ന അസറ്റ് ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ലോൺ. വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന് പറയുന്നത് എന്താണ്? ദൈനംദിന പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള ലോണാണ്. അതായത് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ദൈനംദിന പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള ലോണാണ് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലോണാണ് ഈ പറയുന്ന 50,000 രൂപയുടെ ലോണാണ് ആദ്യഘട്ടത്തിൽ എന്ന രീതിയിൽ ഈ സ്കീമിൽ കൊടുക്കുന്നു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. 4, കൃത്യമായ ലോൺ തിരിച്ചടച്ചു കഴിഞ്ഞാൽ വീണ്ടും വായ്പ ഈ സ്കീമിലൂടെ ലഭ്യമാകും എന്നാണ് പറയുന്നത്. ഇതാണ് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പോൾ PM സ്വാനിധി 2020 ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് ഒന്ന് സിറ്റുവേഷൻ ഈസ്റ്റ് ആയപ്പോൾ സമയത്ത് ഈ പറയുന്ന സ്ട്രീറ്റ് വെൻഡേഴ്സിന് തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടി തുടങ്ങിയൊരു സ്കീമാണ്. സെൻട്രൽ സെക്ടറാണോ സ്പോൺസേഡ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാം. പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി PM സ്വാനിധി എന്നത് തെരുവിൽ കച്ചവടം ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സ്കീമാണ്. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. സ്കീം ആരംഭഘട്ടത്തിൽ 50,000 രൂപ തെരുവ് കച്ചവടക്കാർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന രീതിയിൽ ലഭ്യമാക്കി. അതുപോലെ കൃത്യമായ ലോൺ തിരിച്ചടച്ചു കഴിഞ്ഞാൽ വീണ്ടും വായ്പ ഈ സ്കീമിലൂടെ ലഭ്യമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഉത്തരം നോക്കാം. PM സ്വാനിധി സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയുള്ള സ്കീമാണോ? അതെ, സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്കീം തന്നെയാണ്. തെരുവിൽ കച്ചവടം ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സ്കീം തന്നെയാണ് PM സ്വാനിധി, പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി എന്ന് പറയുന്നതാണ്. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. സെൻട്രലി സ്പോൺസേഡ്, ഫുള്ളി സ്പോൺസേഡ് ആയിട്ട് അല്ലെങ്കിൽ ഫണ്ടഡ് ബൈ സെൻറ്റർ ആണോ? ആണ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി ലോൺ തിരിച്ചടച്ചു കഴിഞ്ഞാൽ വീണ്ടും വായ്പ ഈ സ്കീമിലൂടെ ലഭ്യമാകും. ശരിയാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സ്കീം ആരംഭഘട്ടത്തിൽ 50,000 രൂപ തെരുവ് കച്ചവടക്കാർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന രീതിയിൽ നടപ്പിലാക്കി അല്ലെങ്കിൽ നൽകി എന്ന രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലും മതി. 50,000 രൂപയാണോ? ആദ്യത്തെ ഗഡുവിൽ 10,000 രൂപയാണ്, 50,000 രൂപയല്ല. ഇതൊരു വർക്കിംഗ് ക്യാപിറ്റൽ ലോണാണ്. നമ്മൾ പറഞ്ഞതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദൈനംദിന ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന ചിലവുകൾക്ക് വേണ്ടി ഡെയിലി എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതൊരു വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ തന്നെയാണ്. 2ാമത്തെ പോർഷൻ ശരിയാണ്, പക്ഷേ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ഇത്രയും ശരിയാണ്, പക്ഷേ ഇത് തെറ്റാണ്. 50,000 അല്ല, 10,000 ആണ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ശരിയാണ്. കൃത്യമായ ലോൺ തിരിച്ചടച്ചു കഴിഞ്ഞാൽ ആദ്യം 20,000 കൊടുക്കും, 10,000 കൊടുത്തതിന് ശേഷം 20,000 കൊടുക്കും. അത് കഴിഞ്ഞ് 3ാമത്തെ ലോണായിട്ട് 50,000, അതും മര്യാദക്ക് തിരിച്ചടച്ചു കഴിഞ്ഞാൽ 50,000 രൂപ കൊടുക്കും. ഇതാണ് പിന്നീട് ലഭ്യമാകുന്ന ലോണിൻ്റെ ഗഡുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന PM സ്വാനിധിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആ സമയത്ത് ഫുഡ് സെക്യൂരിറ്റി, അതായത് ഈ കോവിഡ് കാലഘട്ടത്തിൽ ആൾക്കാർ ബുദ്ധിമുട്ടിയ സമയത്ത് ഫുഡ് സെക്യൂരിറ്റി പോലെ അല്ലെങ്കിൽ ജോബ് ക്രിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്ട്രീറ്റ് വെൻഡർ എന്ന രീതിയിൽ അവർക്ക്
ഈ പറഞ്ഞ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായകമായ ഒരു സ്കീമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ആദ്യം 10,000 രൂപ എന്ന് പറഞ്ഞൊരു ലോൺ കോമ്പണൻറ്റ് മാത്രമുണ്ടായ സ്കീം എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് രണ്ടാം ഘട്ടത്തിൽ 20,000, മൂന്നാം ഘട്ടത്തിൽ 50,000 പൈസ കൊടുക്കുന്നത്. പ്രൊവൈഡഡ് ദ റീപേയ്മെൻറ്റ് ഓഫ് ദ ലോൺ ഈസ് പ്രോംപ്റ്റ് ആയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള റീപേയ്മെൻ്റ് ആണെങ്കിൽ മാത്രമാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടം കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ സ്കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ബൈ, ടേക്ക് കെയർ.